കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് കേരളത്തിൽ വലിയ തിരിച്ചടി കഴിഞ്ഞ തവണത്തേതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലേക്ക് കിട്ടുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചകളുണ്ടായത് സർക്കാർ, മുഖ്യമന്ത്രി, പാർട്ടി എന്നിവരെല്ലാം തന്നെ ശൈലി മാറ്റുമോ എന്നുള്ളതും സ്വയം വിമർശനത്തിന് തയ്യാറാകുമോ എന്നുള്ളതുമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അത് സാധാരണ ജനങ്ങളുടെ ഇടയിൽ, മാധ്യമങ്ങളുടെ ഇടയിൽ ആണ് തുടങ്ങിയത് എങ്കിൽ പിന്നീട് അവലോകന യോഗങ്ങളിലേക്ക് പോകുന്ന സമയത്ത് CPM-ൻ്റെ ജില്ലാ ഘടകങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന ഘടകങ്ങൾ ഉൾപ്പെടെ ഇതേ വിഷയങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്തത് എന്ന രീതിയിലേക്കുള്ള മാധ്യമ വാർത്തകളും നമ്മൾ കണ്ടതാണ്. ഇന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നിയമസഭയിലെ പ്രകടനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള ശൈലി മാറ്റവും ഉണ്ടാകുന്നില്ല, അദ്ദേഹം സ്വയം വിമർശനത്തിന് തയ്യാറാകുന്നില്ല എന്ന് മാത്രമാണ്. ഒരു ശൈലി മാറ്റം മാത്രമേ ഉള്ളൂ. വിജയൻ എന്ന് പറയുന്നത് ദാസനായി മാറി എന്ന രീതിയിലേക്കുള്ള ഒരു ശൈലി മാറ്റം വാക്കാൽ വന്നിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഇപ്പോഴും പഴയ വിജയൻ തന്നെയാണ്, അല്ലാതെ പുതിയ വിജയനാകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഈ സ്വയം വിമർശനത്തിന് താങ്കൾ തയ്യാറാകുമോ എന്ന് അദ്ദേഹത്തിനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിന് പ്രതികരിച്ചത്. അത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ കാണിക്കുന്ന ഇത്തരത്തിലുള്ള തൊഴിലിന് ഞാൻ എന്തിനാണ് സ്വയം വിമർശനത്തിന് പോകുന്നത് എന്നാണ് പറഞ്ഞത്. എന്തായാലും അത് കേട്ടിരുന്ന മാധ്യമപ്രവർത്തനം തന്നെ അവസാനിപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ചേർന്ന് പൂർണ്ണസമയ പ്രവർത്തകനായി മാറുകയും ചെയ്തു. അപ്പോൾ അത്രത്തോളം സ്വാധീന ശക്തിയുള്ള, മറ്റുള്ള ആൾക്കാരുടെ ശൈലിയെ മാറ്റാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള, അതിനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളാണ് അദ്ദേഹം എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സാധാരണ നിലയിൽ അത് രക്ഷാപ്രവർത്തനമാണ് അവിടെ അന്ന് നടന്നത് എന്നുള്ളതാണ്. ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച് സമാധാനപരമായിട്ട് പ്രതിഷേധിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തെ സൈഡിലേക്ക് മാറ്റിയിട്ട് തല്ലിക്കൂട്ടുകയാണ്. അതിൽ പൂച്ചട്ടി ഉപയോഗിക്കുന്നു, വടി ഉപയോഗിക്കുന്നുണ്ടാവാം, ഹെൽമെറ്റ് ഉപയോഗിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ തല്ലി മൃതപ്രായനാക്കി മാറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യത്തിനെ സാധാരണ നിലയിൽ രക്ഷാപ്രവർത്തനമാണ് എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പറയുന്നു. ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷവും അതുമായി ബന്ധപ്പെട്ട വീഡിയോകളെല്ലാം തന്നെ വന്നു. അത് കാണാനുള്ള അവസരം അദ്ദേഹത്തിന് ആവോളം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അസാധാരണമായ നിലയിൽ അതിന് നമ്മൾ ആൾക്കൂട്ട ആക്രമണം എന്നാണ് പറയുന്നത് എന്നെങ്കിലും അദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ പലപ്പോഴും ഈ ആൾക്കൂട്ട ആക്രമണം എന്നുള്ളത് കേരളത്തിന് പുറത്ത് നടക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. CPM തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ വിമർശിക്കാറുള്ളതാണ്. പക്ഷേ കേരളത്തിൽ ഒരുപക്ഷെ മധുവിൻ്റെ സംഭവത്തിന് ശേഷം നിരവധി സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും അവസാനം വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ, ഒരുപക്ഷെ ഏറ്റവും അവസാനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ കാര്യവട്ടം ക്യാമ്പസിൽ നടന്നിരിക്കുന്നതായിരിക്കും. ഞാനിതിനെ കാണുന്നതെല്ലാം തന്നെ ആൾക്കൂട്ട ആക്രമണം എന്നാണ്. അപ്പോൾ അന്ന് കണ്ണൂരിലുണ്ടായിരിക്കുന്ന ഒരു ആൾക്കൂട്ട ആക്രമണത്തെ ന്യായീകരിച്ച് അതിനെ രക്ഷാപ്രവർത്തനം എന്ന രീതിയിലേക്ക് പുനർനിർവചനം ചെയ്തുകൊണ്ട് മലയാള ഭാഷാ പദാവലിയെ സമ്പുഷ്ടമാക്കിയിരിക്കുന്ന മുഖ്യമന്ത്രി ഒരു കാര്യം മറന്നു പോകുന്നുണ്ട്, താൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൂടിയാണ് എന്ന്. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ യഥേഷ്ടം നിയമം കയ്യിലെടുക്കുകയും ആൾക്കൂട്ട വിചാരണ നടത്തുകയും ആൾക്കൂട്ട ആക്രമണം ഉണ്ടാവുകയും എല്ലാം ചെയ്തിരിക്കുന്നതിനെ കണ്ടുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് ഈ നിയമ സംവിധാനത്തിൻ്റെ, നീതി നിർവഹണ സംവിധാനത്തിൻ്റെ തലപ്പത്ത് ആഭ്യന്തരമന്ത്രിയായിട്ട് കൂടി അദ്ദേഹം ഇങ്ങനെ വിരാജിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ശൈലി മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവുള്ള, അങ്ങനെയുള്ള ഒരു ഫ്രീ ലൈസൻസ് DYFIക്കാണെങ്കിലും തുടർന്നിപ്പോൾ SFI പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്കാണെങ്കിലും വാക്കാൽ നൽകുന്ന ഒരു വ്യക്തി ഭരിക്കുന്ന ഒരു നാട്ടിൽ ആൾക്കൂട്ട വിചാരണ എന്നുള്ളതോ ഭീഷണിപ്പെടുത്തൽ എന്നതോ മർദ്ദനം എന്നതോ ഒന്നും തന്നെ പുതുമയുള്ള കാര്യങ്ങളാവില്ല. അതിങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കും. നമ്മൾ കണ്ടതാണ് ഈ നവകേരള സദസ്സിൽ ആദ്യം തല്ലിയത് മറ്റൊരു പാർട്ടിക്കാരനെ ആയിരുന്നുവെങ്കിൽ പിന്നെ സ്വന്തം പാർട്ടിക്കാരനായിട്ടുള്ള ഒരാളിനെ തന്നെ തല്ലി. അപ്പോൾ അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മാധ്യമപ്രവർത്തകൻ പാർട്ടിയിലേക്ക് പോയതുപോലെയല്ല, നേരെ തിരിച്ചാണ്. ഇനി ഈ പാർട്ടിയിലേക്ക് ഞാനില്ല എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പം മറ്റുള്ളവരെ മാത്രമല്ല, കൂട്ടത്തിലുള്ള ആളിനെ പോലും തല്ലുന്ന രീതിയിലത്തേക്ക് വന്നു. ഇപ്പോൾ DYFI ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ SFI ഉണ്ട്. SFI നടത്തുന്ന ഇതേപോലെയുള്ള ആൾക്കൂട്ട ആക്രമണങ്ങൾ, വിചാരണകൾ, ഈ കാര്യങ്ങളെ ഒന്നും തന്നെ തള്ളിപ്പറയാനായിട്ട് അദ്ദേഹം തയ്യാറാകുന്നില്ല. ഇപ്പോൾ അവർ ചെയ്യുന്ന കൊള്ളരുതാത്ത പ്രവൃത്തികൾക്കൊന്നും തന്നെ ഞങ്ങൾ ന്യായീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ന്യായീകരിക്കുകയല്ല, അത് ന്യായീകരിക്കാൻ കഴിയാത്ത വിഷയമാണ്. നേരെ മറിച്ച് അതിനെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്കും മറ്റുള്ള ആൾക്കാർക്കും സാധിക്കണം. സിദ്ധാർത്ഥൻ വിഷയം നമ്മൾ കണ്ടതല്ലേ? അവിടെ നടന്നിരുന്നത് എന്താണ്? ആൾക്കൂട്ട വിചാരണയാണ്. അവരെന്താണോ അവരുടെ നീതി എന്ന് തോന്നുന്നത് അത് നടപ്പാക്കുന്നു, അത് മരണത്തിൽ കലാശിക്കുന്നു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ആ ഒരു പീഡനത്തിൻ്റെ പേരിലുണ്ടായിരിക്കുന്ന മരണം അതൊരു ആത്മഹത്യയാണെങ്കിൽ പോലും കൊലപാതകം എന്ന രീതിയിൽ തന്നെ കരുതപ്പെടേണ്ടതാണ്. ഇപ്പോൾ കാര്യവട്ടത്ത് ക്യാമ്പസിൽ ഇതേപോലെ ഒരു വിദ്യാർത്ഥിയെ ആൾക്കൂട്ട വിചാരണ ചെയ്യുന്നു, മർദ്ദിക്കുന്നു. ഈ SFI ക്യാമ്പസുകളിലെല്ലാം തന്നെ ഇടിമുറിയുണ്ട് എന്ന രീതിയിൽ ഇതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെല്ലാം പറയുമ്പോൾ പോലും അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല എന്ന രീതിയിലത്തേക്ക് പറയുന്ന ഒരേ ഒരു പ്രസ്ഥാനമായിട്ട് SFI മാറിയിട്ടുമുണ്ട്. ഇനി ഇങ്ങനെ ആൾക്കാരെ തല്ലുകയാണെങ്കിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത്
ആ വിഷയത്തിൽ ഒരു പോലീസ് കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ 1-2 MLA മാർ വന്ന് ഏത് സ്റ്റേഷനാണോ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലിമിറ്റിലുള്ളത് അതിന് മുന്നിൽ പാതിരാത്രി 2 മണി വരെയൊക്കെ തന്നെ കുത്തിയിരുന്ന് സമരം ചെയ്യണം എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നതിനെ പറ്റി മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സമാധാനമുണ്ടോ? അതിലാണോ അദ്ദേഹത്തിൻ്റെ തൃപ്തി? അവിടെ വന്നിരിക്കുന്ന ഒരു MLA, അദ്ദേഹത്തിന് അവിടെ എത്താനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവുമുണ്ടല്ലോ. ആ MLA കയ്യേറ്റം ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടാകുന്നു. എന്നിട്ട് അവസാനം കേസെടുക്കുന്ന സമയത്ത് ഈ 1-2 MLA മാർക്കെതിരെ കേസെടുക്കുന്നു. ഈ രീതിയിലത്തേക്ക് നമ്മുടെ നിയമ സംവിധാനം, നിയമബോധം എന്നത് മാറിയിരിക്കുകയാണ്. ഒപ്പം ഈ SFIക്കാർ നടത്തുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്, ചില ആക്രോശങ്ങളുണ്ട്, കൊലവിളികളുണ്ട്. ഇപ്പോൾ പ്രിൻസിപ്പൽ നമ്മൾ കൊയിലാണ്ടിയിൽ കണ്ടു. കൊയിലാണ്ടി കോളേജിലെ പ്രിൻസിപ്പൽ ഇനി 2 കാലിൽ നടക്കണോ എന്ന് SFI തീരുമാനിക്കും എന്ന രീതിയിലത്തേക്ക് ഒരു യുവ സഖാവ്, ഒരു കുട്ടി സഖാവ് വളരെ വ്യക്തമായിട്ട് വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞോ? അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞോ? അധ്യാപകരെ അടിച്ച് ആശുപത്രിയിലാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഞങ്ങൾ ചെയ്തിരിക്കും എന്ന രീതിയിലത്തേക്കൊക്കെ പറയുകയാണ് ഈ പിള്ളേർ. അപ്പോൾ ഇവരിത് എന്ത് കണ്ടിട്ടാണ് ഇവർ പഠിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതൊക്കെ പറയാനുള്ള ഒരു ഫ്രീ ലൈസൻസ് ഉണ്ട് എന്നിവർ ചിന്തിക്കുന്നത് എന്താണ്? ആ ചിന്തിക്കുന്നതിൻ്റെ കാരണം ഇത്തിരി കൂടി മൂത്ത സഖാക്കന്മാർ ചെയ്തിരിക്കുന്ന കൊള്ളരുതായ്മകളെല്ലാം തന്നെ എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന രീതിയിൽ നവകേരള സദസ്സിൽ മറ്റൊരു വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പ്രസംഗിച്ചതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നടത്തുന്ന പാർട്ടിക്കാർ ചെയ്യുന്ന എന്ത് കൊള്ളരുതായ്മയും അത് രക്ഷാപ്രവർത്തനമായി മാറുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രത്യേക വ്യാഖ്യാനം നൽകിക്കൊണ്ട് ആൾക്കാർക്ക് ഈ രീതിയിലുള്ള ഒരു ഫ്രീ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രിക്കിൾ ഡൗൺ ചെയ്യും, അത് താഴേക്കുള്ള ആൾക്കാരിലേക്ക് വരും.